രാഷ്ട്രീയ കേരളം അതീവ ഉറ്റുനോക്കുന്ന ഒരു നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കണ്ണൂരിൽ എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ ഇ സംഘം വീണ്ടും പരിശോധന നടത്തിയിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറെയും ഒപ്പം കൂട്ടിയാണ് ഇ ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ പാണ്ഡ്യാലമുക്കിലെ വീട്ടിലെത്തിയത്. എന്നാൽ ഇത്തവണ വീടിനകത്ത് കയറാതെ പുറത്തു നിന്നാണ് സംഘം വിവരങ്ങൾ ശേഖരിച്ചത്. വീടിന്റെ സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളാണ് പ്രധാനമായും ഇ അന്വേഷിച്ചതെന്നാണ് സൂചന. ഇതിനു പുറമെ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും ഇ സംഘം എത്തി. ആരെയും മുൻകൂട്ടി അറിയിക്കാത്ത തരത്തിൽ അതീവ രഹസ്യമായ നീക്കങ്ങളിലൂടെയാണ് ഇ സംഘം കണ്ണൂരിലെത്തിയത്. ഇന്നലെ രാവിലെ കൃത്യം 11 മണിയോടെയാണ് ഇ സംഘം പിണറായി പാണ്ഡ്യാലമുക്കിലുള്ള വിജയന്റെ വീടിന് സമീപത്തേക്ക് എത്തിയത്. കേന്ദ്ര ഏജൻസിയുടെ 2 പ്രധാന ഇ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് നേരിട്ട് പരിശോധനകൾക്കായി ഇവിടെ എത്തിച്ചേർന്നത്. പരിശോധനയ്ക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് പ്രാദേശിക റവന്യൂ അധികൃതരിൽ നിന്നും ഇ സംഘം പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇ സംഘം ആദ്യം പാതിരിയോട് വില്ലേജ് ഓഫീസറെ നേരിട്ട് കണ്ട് ആവശ്യമായ വിവരങ്ങൾ തേടുകയായിരുന്നു. തുടർന്ന് ഈ വില്ലേജ് ഓഫീസറെയും ഒപ്പം കൂട്ടിയാണ് ഇ ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് ഔദ്യോഗിക പരിശോധനയ്ക്കായി എത്തിയത്. വീടിനുള്ളിലേക്ക് പ്രവേശിക്കാതെ പുറത്തുനിന്ന് മാത്രമാണ് സംഘം വിവരങ്ങൾ ശേഖരിച്ചത് എന്നുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇ സംഘം വീടിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ള പരിശോധനകൾക്കൊന്നും മുതിർന്നില്ല. വീടിന് പുറത്തുനിന്ന് മാത്രമാണ് പൂർണ്ണമായി പരിശോധനകൾ പൂർത്തിയാക്കിയത്. വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വീടിന് മുന്നിലുള്ള സംഘത്തിന്റെ ഫോട്ടോകൾ ഇ ഉദ്യോഗസ്ഥർ തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ കൃത്യമായി പകർത്തിയ ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത്. വീടിന്റെയും ആ പുരയിടത്തിന്റെയും ഔദ്യോഗികമായ സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച അതീവ നിർണായകമായ വിവരങ്ങളാണ് ഇ സംഘം പ്രധാനമായും അന്വേഷിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പാണ്ഡ്യാലമുക്കിലെ ഈ പരിശോധനകൾ അവസാനിച്ചെങ്കിലും ഇ സംഘം ഇപ്പോഴും കണ്ണൂരിൽ തന്നെ തുടർന്നു വരികയാണ്. പിണറായി പാണ്ഡ്യാലമുക്കിലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടു പരിസരത്ത് പരിശോധന പൂർണ്ണമാക്കിയ ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം തങ്ങളുടെ അടുത്ത നിർണായക നീക്കത്തിലേക്ക് കടന്നത്. പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇഡിയുടെ തുടർന്നുള്ള പരിശോധനകൾ. വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയെത്തിയ ഇ ഉദ്യോഗസ്ഥർ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും നേരിട്ടെത്തി ദൃശ്യങ്ങൾ ശേഖരിക്കുകയായിരുന്നു. പാണ്ഡ്യാലമുക്കിലെ വീടിന് മുന്നിലെ ചിത്രങ്ങൾ പകർത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇ സംഘം തങ്ങളുടെ വാഹനത്തിൽ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങിയത്. പിണറായി വില്ലേജിൽ തന്നെയുള്ള എടക്കടവിലാണ് ഇ സംഘം തൊട്ടു പിന്നാലെ എത്തിച്ചേർന്നത്. ഇവിടെയുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഉടമസ്ഥതയിലുള്ള പുരയിടത്തിലാണ് വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. സ്ഥലത്തെത്തിയ കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർ ഭൂമിയുടെ സാങ്കേതികവും ദൃശ്യപരമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് പ്രധാനമായും മുൻഗണന നൽകിയത്. പെട്ടെന്നുണ്ടായ ഈ പരിശോധനയെക്കുറിച്ച് രാഷ്ട്രീയ വൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾ ഉയരുമ്പോഴും ഇ ഔദ്യോഗികമായി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. വില്ലേജ് ഓഫീസറെ കൂട്ടി അതീവ രഹസ്യമായി നടത്തി പരിശോധനയും ചിത്രങ്ങൾ പകർത്തലും യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് സംബന്ധിച്ച് ഇ വിഭാഗത്തിൽ നിന്നും ഇതുവരെ ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇഡിയുടെ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ നടക്കുന്നതിന് തൊട്ട് തലേ ദിവസമാണ് മുൻപ് ഇ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം നിഷേധിച്ചത്. CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ അന്വേഷണം മുറുകുന്നതിനിടയിലും ഇ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CPM നേതാക്കളുടെ ജാമ്യം നിഷേധിക്കപ്പെട്ട പശ്ചാത്തലത്തിലും കണ്ണൂരിൽ ഇ നടത്തുന്ന ഈ തുടർച്ചയായ പരിശോധനകൾ വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതും. വരും ദിവസങ്ങളിൽ ഇ സംഘം കൂടുതൽ ഔദ്യോഗിക നടപടികളിലേക്ക് കടക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.